1988 ഒരു ക്രിക്കറ്റ് നടക്കുമ്പോൾ ബെഞ്ചിലിരുന്ന ഒരു കുട്ടി പറഞ്ഞു കോച്ചിനോട്, കോച്ച് മേരാ ടൈം കബായേക, എൻ്റെ ടൈം എപ്പോൾ വരാമെന്ന് വെച്ചു. അപ്പോൾ കോച്ച് പറഞ്ഞു, ഒന്നിക്കിൽ സച്ചിൻ അല്ലെങ്കിൽ വിനോദ് ഔട്ടായിട്ട് അടുത്ത ബാറ്റ് നീ ഇറങ്ങിക്കോ പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഭാഗ്യമാണോ നിർഭാഗ്യമെന്ന് അറിയില്ല, ആ കളി 2 ദിവസം നീണ്ടു നിന്നു. വേൾഡ് റെക്കോർഡ് 664 റൺസ് ഗോഡ് സച്ചിൻ ടെണ്ടുൽക്കറും അന്നത്തെ ആ ടൈമിൽ സ്റ്റാറായ വിനോദ് കാംബ്ലിയും കൂട്ടി അടിച്ചെടുത്തത്. ബട്ട് 2 ദിവസം പാഡ് അണിഞ്ഞിട്ടിരുന്ന് ആ കുട്ടിക്ക് കളിക്കാൻ അവസരം കിട്ടിയില്ല. അതിനുശേഷം അയാൾ മുംബൈക്ക് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫിയിൽ ഇറങ്ങി. ഫസ്റ്റ് മാച്ചിൽ തന്നെ 260 റൺസ്. എന്നിട്ടും അയാൾക്ക് ഒരു ഇന്ത്യൻ ക്യാപ്പ് പണിയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ എന്നെ പറയും, ഞാൻ ജനിച്ചത് ഒരു റോങ് ഏരിയയിലാണെന്ന്. ഒരു വല്ലാത്ത ടൈമിലാണ്. കാരണം ആ ടൈമിൽ സച്ചിൻ ടെണ്ടുൽക്കർ, VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി പോലത്തെ വെടിക്കെട്ട് ടീമാണുള്ളത് ഇന്ത്യൻ ടീമിൽ. അതുകൊണ്ട് തന്നെ ഇയാൾക്കൊരു അവസരം ലഭിച്ചില്ല. ഹൗഎവർ ഒരാളോടും ഒരു പരാതിയും പറയാതെ 21 വർഷം കളിച്ചു. 11,000 റൺസ്, അതിൽ 30+ സെഞ്ചുറീസ്, 60 ഹാഫ് സെഞ്ചുറീസ്. 2014 ഇയാൾ വിരമിക്കുമ്പോൾ ഒരു ഫാൻ ബേസോ അല്ലെങ്കിൽ ആരവങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാണ്ട് സൈലൻ്റായിട്ട് പോയി വിരമിച്ചു. ബട്ട് വിധി അയാൾക്ക് വേണ്ടി ഒരു ഇന്നിങ്സും കൂടി ബാക്കി വെച്ചു. 2023 ഒക്ടോബർ മാസം അയാൾക്കൊരു കോൾ വന്നു, ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാവാൻ പറ്റുമെന്ന്. അയാൾ കോച്ചായി. 2 കൊല്ലത്തിന് ശേഷം, അതായത് 2025 ODI വിമൻസ് ചാമ്പ്യൻസ് ട്രോഫി ആയിട്ടാണ് അയാൾ മടങ്ങിയത്. വേറെ ആരുള്ള നമ്മുടെ സ്വന്തം അമോൽ മുജുംദാർ. നാളെ അയാളെ ബർത്ത്ഡേ ആണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരൻ പറഞ്ഞിട്ട് നിൽക്കേണ്ടയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. സോ ഐ ബിലീവ് സത്യം അയാൾക്കൊരു ബയോപിക് എന്തായാലും എടുത്തു കൊടുക്കണം. സംതിങ് ലൈക്ക് MS ധോണി പോലത്തെ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലത്തെ, അല്ലെങ്കിൽ ചക് ദ ഇന്ത്യ പോലത്തെ ഒരു പടം അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം ജയ് ഹിന്ദ്. ഓക്കെ, ബൈ.